ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി ഡിസോൾഡർ പമ്പാണ്. ഇത് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ഡിസോൾഡർ പമ്പാണ് നമ്മൾ ഫസ്റ്റിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ കുറേ കാലുകളുള്ള കമ്പോണൻസുകളൊക്കെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ പമ്പാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം നമ്മൾ സോൾഡറിങ് അയണും കൂടി കൊണ്ടുപോകണം. ഇതേപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ പമ്പ് വെച്ചിട്ട് വലിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ വേറെ ഇത് ഇറങ്ങിയിട്ട് കുറച്ച് കാലമായില്ല ഈ സാധനം. അപ്പോൾ ഇതാണ് മുതൽ. അത് എത്ര ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പമ്പും സോൾഡറിങ് അയണും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി വെക്കാം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഇത് 40 വാട്ട്സിൻ്റെ ആണ് വരുന്നത്. നമ്മൾ സാധാരണ പോലെ നോർമൽ വോൾട്ടേജ് തന്നെയാണ്, 220 വോൾട്ടാണ്, ലൈൻ വോൾട്ട് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതേപോലെ സെറ്റപ്പാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് സാധാരണ പമ്പിൻ്റെ പോലെ തന്നെ നമ്മൾ വെക്കുക, ഒപ്പം സോൾഡറിങ് കൊണ്ടുപോകേണ്ട കാര്യമില്ല. വെക്കുക, അമർത്തുക. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ ഇലക്ട്രോണിക്സ് വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ നല്ലപോലെ ഉപകാരപ്പെടുന്ന ഒരു ടൂളാണിത്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഉപകാരപ്പെടുന്നുള്ളത്. നമ്മൾ IC അങ്ങനെയുള്ള സാധനങ്ങൾ, അതിലെ ബോർഡുകളൊക്കെ ഊരിയെടുക്കാൻ നമുക്കിത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഇത് നമ്മൾ കണ്ട നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ സാധനം കംപ്ലീറ്റ് കാലിന് മിനിറ്റ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം തന്നെ ഒരു മിനിറ്റ് തികച്ച് വേണ്ട നമുക്കിത് ഫുള്ളായിട്ട് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മറ്റൊരു പമ്പാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഫിനിഷിങ്ങിൽ പോരില്ല നമുക്ക് ഒന്നാം തന്നെ ഇതേപോലെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സാധാരണ പമ്പിൻ്റെ പോലെ തന്നെ ബാക്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്നു, ഇതേപോലെ പ്രസ് ചെയ്യുക, ഇതുപോലെ ലോക്കായി. അതിന് ശേഷം ഇത് അമർത്തുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ പമ്പിൻ്റെ പോലെ തന്നെ. പക്ഷെ സോൾഡറിങ് നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. വെച്ച് വലിക്കുക മാത്രമേ വേണ്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും നല്ല ഫിനിഷിങ്ങിൽ ഈ സാധനം ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് വരുന്നത് 40 വാട്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് കൂടിയതും കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു 40 വാട്ട്സ് മാക്സിമം നമുക്ക് ആവശ്യം വരും. എന്താ കാരണം ഇതേപോലത്തെ ICകളും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരുന്നതാണ്. അപ്പോൾ മറ്റേ നമ്മൾ ഡിസോൾഡർ പമ്പ് വെച്ച് നമ്മളൊപ്പം സോൾഡറിങ് അയണും വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കണ്ടില്ലേ, ICയുടെ എല്ലാ ലെഗിനും ഇത് ലെഡ് ഫുള്ളായിട്ട് പോകുന്നു, ഫുൾ ഫിനിഷിങ്ങിൽ പോകുന്നു. നമ്മൾ ഫസ്റ്റ് പമ്പ് വെച്ച് വലിച്ചതാണ് ഈ കാണുന്നത്, ഫസ്റ്റ് കാലിന് മീത്തെ പമ്പും സോൾഡറിങ് അയണും കൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഫിനിഷിങ്ങിൽ കൊണ്ട് പോരും അത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും നല്ല പെർഫെക്റ്റ് സാധനമാണ്. കൂടുതൽ ഈ വെൽഡിങ് മെഷീനുകളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലപോലെ ഉപകാരപ്പെടും ഈ പമ്പ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലത്തെ ഒരു കവറിലാണ് സാധനം വരുന്നത് പാക്കിങ്ങിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരെ ഇതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്, അല്ല പ്രൊമോഷൻ വീഡിയോയും കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യണ കാരണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. ഏറ്റവും കൂടുതൽ ഈ വെൽഡിങ് സെറ്റിനെയാണ് നമുക്ക് ആവശ്യം വരിക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ ബോർഡും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡും, ബോർഡിൻ്റെ രണ്ട് സൈഡിലും സോൾഡറിങ് വരും അതിൻ്റെ ലെഗ്. അപ്പോൾ അങ്ങനെ വരും എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഇതേപോലത്തെ ബോർഡിൻ്റെ ഈ സൈഡിൽ മാത്രമാണ് സാധാരണ സോൾഡറിങ് വരാറ്. വെൽഡിങ് മെഷീൻ്റെ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തും പ്രിന്റ് ഉണ്ടാവും. അപ്പോൾ ആ പ്രിന്റും കൂടിയിട്ട് അതിലും കൂടിയിട്ട് സോൾഡറിങ് വരുമ്പോൾ നമുക്ക് സാധാരണ പമ്പ് വെച്ച് വലിക്കുക, അതേപോലെ നമ്മളെ ഇതേപോലത്തെ കാര്യങ്ങൾ ഇതേപോലത്തെ ഡിസോൾഡർ വെച്ചിട്ട് എടുത്താലൊന്നും പോരില്ല. വൺ സൈഡ് മാത്രമേ പോരുള്ളൂ, രണ്ട് സൈഡും സോൾഡറിങ് ഉള്ള കാരണം. അപ്പോൾ അപ്പുറത്തെ സൈഡ് നമുക്ക് തീരെ ഊരാൻ കിട്ടില്ല, ബോർഡ് അതിനോട് മുട്ടിയിട്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കാരണം നമുക്ക് തീരെ ഊരാൻ കിട്ടില്ല. അപ്പം അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഈ പമ്പ് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. ഇത് പിന്നെ നമുക്ക് വലിയ വലിയ ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഊരിയെടുക്കാനാണെങ്കിലും ഉപയോഗിക്കാം. കുഴപ്പമില്ല, നമ്മൾ ഇതിന് കുറ്റം പറയല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഇത് നമ്മൾ ഉപയോഗിക്കും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ട സാധനം ഈ പമ്പാണ്. അപ്പം അതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് വില. പല സ്ഥലങ്ങളിലും പല വിലയായിരിക്കുക.
അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.